ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 3 റെസിപ്പി ആയിട്ടാണ്. ബട്ടർസ്കോച്ച് കേക്കിലേക്കും അതുപോലെ ഐസ്ക്രീമിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ബട്ടർസ്കോച്ച് സോസിൻ്റെയും പ്രൊലൈൻ്റെയും പിന്നെ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്യുമ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ ആവശ്യമായിട്ടുള്ള ഐസിങ് ഷുഗറിൻ്റെയും റെസിപ്പി ആയിട്ടാണ്. ഈ 3 സാധനങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് പ്രൊലൈൻ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ്. ഇനി ഈ പഞ്ചസാര ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റായി വരണം. ഞാൻ ഈ ഒരു പഞ്ചസാരയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര മെൽറ്റായിട്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സാൾട്ടഡ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുവാണ്. നിങ്ങളുടെ കയ്യിൽ സാൾട്ടഡ് ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പീനട്ട് ചേർത്ത് കൊടുക്കുവാണ്. 1/2 കപ്പ് പീനട്ട് ഞാനിവിടെ നിന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് ഈ ഒരു പഞ്ചസാരയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. ബദാമോ അല്ലെങ്കിൽ കാഷ്നട്ടോ എടുക്കാവുന്നതാണ്. ഏതെടുത്താലും ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് ആ ഒരു പച്ച ടേസ്റ്റ് മാറി ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നട്ട്സൊക്കെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ പേപ്പറിലേക്കോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലിലേക്കോ നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്കോ ഇട്ട് കൊടുത്തിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചുല വെച്ചിട്ടോ ഒന്ന് പരത്തി കൊടുക്കാം. കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്കും ഇത് നല്ലതുപോലെ സെറ്റായിട്ട് വരും. അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്രൊലൈൻ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാനൊന്ന് ഒടിച്ചെടുത്തതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുവാണ്. ഈ ക്രഷ് ചെയ്തിട്ടുള്ളത് നമുക്ക് ബട്ടർസ്കോച്ച് കേക്കിലേക്കും അതുപോലെ ബട്ടർസ്കോച്ച് ഐസ്ക്രീമിന് മുകളിലൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഹോം മെയ്ഡ് ഐസിങ് ഷുഗർ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വെറും 2 ചേരുവകൾ മാത്രം മതി ഹോം മെയ്ഡ് ഐസിങ് ഷുഗർ റെഡിയാക്കി എടുക്കാൻ. ഐസിങ് ഷുഗറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് നന്നായിട്ട് ഒന്നും കൂടി പൊടിച്ചെടുക്കാം. അങ്ങനെ പഞ്ചസാരയും കോൺഫ്ലോറും കൂടി നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല ഫൈനായിട്ടാണ് പൊടിച്ചെടുത്തതെങ്കിലും ഇതിൽ തരികളുണ്ടാവും. ഇനി ഇത് നമുക്ക് ഒരു 2-3 തവണ നന്നായിട്ട് അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കണം. ഒരു തവണ അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം അരിപ്പയുടെ അടിഭാഗത്ത് കുറച്ച് തരികൾ വന്നിട്ടുണ്ട്. ഈ ഒരു തരികൾ നമ്മൾ ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ ഒരു 2-3 തവണ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഹോം മെയ്ഡ് ഐസിങ് ഷുഗർ. ഇനി മുതൽ ഐസിങ് ഷുഗർ ആരും കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട. നമുക്ക് 2 ചേരുവകൾ വെച്ച് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് നമുക്ക് ബട്ടർസ്കോച്ച് സോസ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ബട്ടർസ്കോച്ച് സോസ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാര ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. പഞ്ചസാര മെൽറ്റായിട്ട് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുവാണ്. വിപ്പിംഗ് ക്രീമിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ക്രീമും എടുക്കാം. ഈ ഒരു 1/2 കപ്പ് 125 ml ആണ്. ഇനി ഈ വിപ്പിംഗ് ക്രീമും പഞ്ചസാര മെൽറ്റ് ചെയ്തതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ വിപ്പിംഗ് ക്രീമും പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് സാൾട്ടഡ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുവാണ്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അൺസാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരട്ടെ. ഇത് 3ഉം കൂടി നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ബട്ടറൊക്കെ ഇവിടെ മെൽറ്റായി വന്നിട്ട് നമ്മുടെ ബട്ടർസ്കോച്ച് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു സോസ് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വരും. ഈ ഒരു ബട്ടർസ്കോച്ച് സോസ് ഇതുപോലെ ഐസ്ക്രീമിന് മുകളിൽ ഒഴിച്ചിട്ട് കഴിക്കാനും അതുപോലെ ബട്ടർസ്കോച്ച് കേക്കിൻ്റെ നടുവിൽ ഫില്ല് ചെയ്യാനും ബട്ടർസ്കോച്ച് കേക്കിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം.
ബട്ടർസ്കോച്ച് സോസ് തണുത്ത് വന്നു കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഈ 3 സാധനങ്ങളും ഇനി മുതൽ കടയിൽ നിന്ന് വാങ്ങിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ട് കേക്കും ഐസ്ക്രീമും ഒക്കെ റെഡിയാക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പായ മന്ന കിച്ചണിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള റെസിപ്പികളൊക്കെ ആ ഒരു ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.